സൗദി അറേബ്യ എന്ന രാജ്യം ഉണ്ടാകുന്നത് 1932-ലാണ്. അവരുടെ ആദ്യത്തെ പെട്രോളിയം കിണർ 1938-ലാണ്. അന്ന് അബ്ദുൽ രാജാവ് മെർസിഡീസ് ഏൽപ്പിച്ചപ്പോൾ വണ്ടി ഓടാൻ സ്ഥലമില്ല. അടിസ്ഥാനപരമായി മാൻസമാരും മാലിക്കിയിലെ മാൻസ കുടുംബം, രാജാവിൻ്റെ കുടുംബം, അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഖാദിരി ത്വരീഖത്തുകാരായിരുന്നു. അതുകൊണ്ട് ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട ത്വരീഖത്തിൻ്റെ ഖാദിരി ത്വരീഖത്തിലെ ചക്രവർത്തി കൂടിയാണ് ആര്? മാൻസ. അദ്ദേഹം ഖാദിരിയാണ്. മാൻസ മൂസയുടെ കാലത്ത് നീതിമാനായ ഭരണാധികാരിയായിരുന്നു. തിരിഞ്ഞില്ല. അതായത് മാലിയിൽ പ്രവേശിച്ചാൽ കച്ചവടക്കാരൻ സുരക്ഷിതനായിരിക്കും. അതുകൊണ്ട് കൃത്യമായി നികുതി കൊടുക്കും. നികുതി കൊടുക്കാൻ കച്ചവടക്കാർക്ക് ഒരു മടിയില്ല. എന്തുകൊണ്ട്? ഏത് മരുഭൂമിയിലും അവനവന്റെ സാധനം ഇട്ട് കിടന്നുറങ്ങാം. കാരണം നീതിമാനായ രാജാവാണ്. അപ്പോൾ 3 കാര്യമാണ് അദ്ദേഹത്തിന്റെ വരുമാനം. 1 ഗോൾഡ്, സ്വർണ്ണഖനികൾ. 2 ഉപ്പ്. 3 മനസ്സിലായില്ല, ടാക്സ്. എന്തുവഴി? ട്രേഡ് ടാക്സ്. പാവങ്ങളെല്ലാം ധനാഢ്യന്മാർ. പള്ളികൾ, മദ്രസകൾ, കടം വന്ന് കൂടിയ ഭരണാധികാരികൾ എല്ലാ വെള്ളിയാഴ്ച ഒരു സ്ഥലത്ത് നിർത്തും. അവിടെ ഒരു ജുമാഅത്ത് പള്ളി ഉണ്ടാക്കാൻ കൽപ്പന കൊടുക്കും. അങ്ങനെ ഹജ്ജ് യാത്രയിൽ മാത്രം ഉണ്ടായത് 1000കണക്കിന് ജുമാഅത്ത് പള്ളികളാണ്. നമ്മുടെയും ഏകദേശം ഒരു 700 ചില്ലാനം കൊല്ലം മുമ്പുള്ള ചരിത്രമാണ് ഈ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് തന്നെയാണ്, അതായത് രാജകുടുംബത്തിന് ഖുർആൻ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ഖുർആൻ പഠിച്ചിട്ടുള്ളത്. ഖുർആൻ മനഃപ്പാഠമാക്കിയതിനു ശേഷം അദ്ദേഹം ഹദീസിൽ അവഗാഹം കേടി. അക്കാലത്ത് കളിമൺ പലകകളിൽ ഇങ്ങനെ എഴുതിയിട്ടാണ്, കളിമൺ പലകകൾ ഉണ്ടാക്കിയ ആ പലകകൾ എഴുതിയിട്ടാണ് മാലിക്കാർ ഖുർആൻ പഠിച്ചിരുന്നത്. ഇപ്പോഴും ആഫ്രിക്കയിൽ പല നാടുകളിലും അക്ഷരം പഠിക്കുന്നത് പലകയിൽ എഴുതിയിട്ടാണ്. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതായത് പലയിൽ മണൽ നിരത്തും, പൂഴിമണൽ പലകയിൽ നിരത്തും, എന്നിട്ടാണ് അക്ഷരം എഴുതുക. എന്നുള്ളത് ഇങ്ങനെ വായിക്കും, പിന്നെ എഴുതും. നിങ്ങൾക്ക് മനസ്സിലായില്ല. നമ്മളെ കുട്ടിക്കാലത്ത് ഇത് എൻ്റെ വല്യപ്പനോട് പറഞ്ഞിട്ടുണ്ട്. പലക കൊണ്ടുപോകും വീട്ടിൽ നിന്ന്. പലക, സ്ലേറ്റില്ല, പലക കൊണ്ടുപോകും. പലകയിൽ എന്ത് ചെയ്യും? മണൽ നിരത്തും. മദ്രസയിലും മണലായിരിക്കും. മണൽ ഇതിൻ്റെ പുറത്തേക്ക് വാരിയിടും, മണലിരിക്കും. അക്കാലത്ത് ഇല്ല, കസേരകളില്ല. കസേരകൾ വളരെ നേരെ വയ്യ മണൽ. കസേര സാമർത്ഥ്യമാകുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. ഒരു സദസ്സിൽ ഒരാൾക്ക് മാത്രമാണ് കസേര കിട്ടുക. അതുകൊണ്ടാണ് അധ്യക്ഷന് ചെയർമാൻ എന്ന് പേര് വന്നത്. പഠിക്കേണ്ട ഒരു ഭാഷയാണ്. മനസ്സിലായോ പറഞ്ഞത്? അതിൻ്റെ വാക്കുണ്ടല്ലോ. എന്ത് ഇന്നിപ്പോ ചെയർമാൻ അർത്ഥമില്ല. എന്തുകൊണ്ട്? എല്ലാവരും ചെയർപേഴ്സണാണ്, എല്ലാവരും ചെയർമാനാണ്. ചെയർമാൻ എന്ത് വിലയുള്ളത്? വളരെ ചിന്തിക്കണം. ഞാൻ പഠിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പാഠാണിത്. അതായത് ഒരാൾക്ക് മാത്രമേ ഒരു സ്ഥാപനത്തിന് ഒരു കസേര വാങ്ങാൻ കഴിയൂ. അപ്പോൾ ചെയർ കിട്ടുന്ന ആളാണ് ചെയർമാൻ. ഇന്നിപ്പോൾ ചെയർമാൻ എന്നുള്ള അർത്ഥമില്ലല്ലോ. കാരണം ഇരിക്കണവരൊക്കെ എന്തിനാണ്? ചെയർമാൻ. എന്തിനാ? ഇതിനെന്താ അർത്ഥം? മനസ്സിലാവണം പറഞ്ഞത്. 1927 ശേഷം മാത്രമാണ് ചെയർ സാർവത്രികമായി. 1927 ശേഷമാണ് ചെയർ സാർവത്രികമായത്. എന്തുകൊണ്ട്? ഏഷ്യയിൽ എന്തു വന്നു? പെട്രോളിയം പുറത്തു വന്നു 1927. അതോടുകൂടി എല്ലാവർക്കും ചെയറായി. ഇന്ന് നമ്മുടെ പെട്രോളിയം ചെയറുകളാണ് ഈ കാണുന്ന ചെയറുകളല്ല. വേറെ വിഷയം. എൻ്റെ യൂപ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്ന പുസ്തകത്തിൽ ചെയറിൻ്റെ ചരിത്രം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ചെയറിൻ്റെ ചരിത്രം കൊടുത്തിട്ടുണ്ട്. എൻ്റെ എന്താ പറയുക, യൂപ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്ന പുസ്തകം വായിക്കണം. അതൊക്കെ പാഠങ്ങളുള്ള പുസ്തകം. ഇഷ്ടംപോലെ വിജ്ഞാനങ്ങളുള്ളൊരു പുസ്തകമാണത്. ഒക്കെ ഇതുവരെ ഇറങ്ങിയ എല്ലാ പുസ്തകങ്ങളും വീണ്ടും വീണ്ടും വായിക്കണം. അപ്പം ചുരുക്കത്തിൽ എന്താ പറഞ്ഞുകൊണ്ട് എന്താ പറയുക, പലകയിൽ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. പലകയിൽ മണൽ നിറക്കും. പലക അതിന് മണൽ നിറക്കും. എന്നിട്ട് ഇങ്ങനെ ഇത് ആ ഈ ഊ അദബുൻ അലിഫുൻ ഇങ്ങനെ.
പിന്നെ അത് ഉസ്താദ് പറഞ്ഞു തന്നാൽ അത് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആട്ടിയാൽ എന്തായി പറഞ്ഞേ മണലല്ലേ അത് വാങ്ങു. പിന്നെ അടുത്തേത് അങ്ങനെ ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് മാൻസ മൂസയും പഠിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല അദ്ദേഹം എന്താ പറയാ മാലിക് ഫിഖ്ഹിൽ വലിയ അവഗാഹമുള്ള പണ്ഡിതനായിരുന്നു. അതുകൊണ്ട് എന്തൊരു പ്രശ്നം വന്നാലും അക്കാലത്തെ പണ്ഡിതന്മാരുമായി ആശയവിനിമയങ്ങൾ നടത്താനും തർക്കങ്ങൾ നടത്താനും ശരിയിൽ എത്തിച്ചേരാനും അദ്ദേഹത്തിന് വലിയ അവഗാഹം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു വിവരസ്ഥനും അദ്ദേഹത്തെ പറ്റിക്കൂല. കാരണം കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മാലിയിൽ സക്കാത്ത് സമ്പ്രദായം അദ്ദേഹം സാർവത്രികമാക്കിയിട്ടുണ്ട്. കാരണം സക്കാത്തിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ വിവരം അദ്ദേഹം. ഒരു നാട്ടിൽ സക്കാത്ത് സാർവത്രികമായാൽ തന്നെ എക്കണോമിക്കലി ആ രാഷ്ട്രം വളരും. ഇതൊക്കെ മാൻസ മൂസയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞു. കാരണം അദ്ദേഹം മാലിക് ഫിഖ്ഹിൽ വലിയ പണ്ഡിതനായിരുന്നു, വലിയ മുഹദ്ദിസായിരുന്നു. ഉണ്ടായിരുന്നു. ആഫ്രിക്കയിൽ ഇസ്ലാമിക ഫിഖ്ഹ്, ഖുർആൻ ഇതെല്ലാം കാര്യക്ഷമമായി പഠനം നടത്തുകയും ആ വിഷയത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് മാൻസ മൂസയുടെ കാലത്താണ്. അത് മാത്രമല്ല, മാൻസ മൂസ അടിസ്ഥാനപരമായി മാൻസമാരും മാലിക്കിയിലെ മാൻസ കുടുംബം, രാജാവിൻ്റെ കുടുംബം, അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഖാദിരി ത്വരീഖത്തുകാരായിരുന്നു. അതുകൊണ്ട് ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട ത്വരീഖത്തിൻ്റെ ഖാദിരി ത്വരീഖത്തിലെ ചക്രവർത്തി കൂടിയാണ് ആര്? മാൻസ. അദ്ദേഹം ഖാദിരിയാണ്. മാൻസ മൂസ അൽ ഖാദിരി അൽ മാലിക്കി അങ്ങനെയൊക്കെ പറയാം. അദ്ദേഹം ഖാദിരി ത്വരീഖത്തുകാരനാണ്. ദർബാർ കഴിഞ്ഞാൽ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ സന്ദർഭത്തിനും പണ്ടും അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ പതിവായി സൂഫി പണ്ഡിതന്മാരുടെ ദിക്ർ സദസ്സുകൾ നടന്നിരുന്നു. സൂഫികളായ വലിയ സ്വാലിഹ്യങ്ങളായ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ കുട്ടിക്കാലം മുതലേ. അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഫഖീറായി ജീവിക്കാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല. ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാരൻ ഒരു ഫഖീറായിട്ട് ജീവിച്ചു മരിച്ചു. ഫഖീറായി ജീവിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാരൻ ഫഖീറായി ജീവിച്ചു. ഇത് കോമൺ ഹിസ്റ്ററിയിൽ വരെയുണ്ട്. ഇപ്പൊ കാംബ്രിഡ്ജ് വരെ അടയാളപ്പെടുത്തിയെടുത്ത് ഉണ്ട്. എന്ത്? അദ്ദേഹം ജനത്തിന്റെ കൊഴുപ്പ് ഒന്നും കാണിച്ചില്ല. അദ്ദേഹത്തെ പോലെ വിനയമുള്ള ഒരു ഭരണാധികാരിയെ ചരിത്രം കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? അദ്ദേഹം ഒരു സൂഫിയാണ്. അദ്ദേഹം യഥാർത്ഥ ഖാദിരിയാണ്, യഥാർത്ഥ ഖാദിരി ത്വരീഖത്തുകാരനാണ്. സൂഫികളുമായി കുട്ടിക്കാലത്തെ ബന്ധമുണ്ട്. അതുകൊണ്ട് വിനയം, എളിമ. പിന്നെ ഫക്കീറന്മാരെ കൂടെ ജീവിച്ചപ്പോൾ അവരുടെ ജീവിത പ്രയാസങ്ങൾ അനുഭവിച്ചു കണ്ടു. അതുകൊണ്ട് വാരിക്കോരി അവർക്ക് കൊടുക്കാൻ ഒരു മടിയുമില്ല. അതായത് ദരിദ്രന്മാരെ കൂടെ ജീവിച്ചാലല്ലേ ദാരിദ്ര്യത്തിന്റെ ക്ലേശം അറിയൂ. അത് കുട്ടിക്കാലം മുതലേ സൂഫിമാരോടുള്ള സമ്പർക്കം കാരണമായി രാജകുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും സൂഫികളുമായ സമ്പർക്കത്തിലൂടെ ഈ മനുഷ്യന് സാധുക്കളുടെ അവസ്ഥകളെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു. പിന്നെ അങ്ങോട്ട് വാരിക്കൂരി റബ്ബ് കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളെ കുറിച്ച് പിന്നീട് പറയാം, പിന്നീട് ആ ഭാഗത്തേക്ക് വരാം. അദ്ദേഹത്തിന് ജനമുണ്ടായ വഴികളാണ് ഇനി പറയാൻ പോകുന്നത്. അദ്ദേഹം 1312 മാലിയിലെ ഭരണാധികാരിയായി ചക്രവർത്തിയായി, മാൻസയായി. അക്കാലത്ത് മാലി സാമ്രാജ്യത്തിന്റെ പരിധിയിലാണ് ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട സ്വർണ്ണഖനികളായ ബംബുക് ഖനി, ബുരേ ഖനി, ഗാലം ഖനി. 3 ഖനികളാണ് ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട സ്വർണ്ണഖനികൾ. ആ സ്വർണ്ണഖനികൾ മുഴുവനും രാജാവിൻ്റെതായിരുന്നു. സ്വാഭാവികമായും അതാരുടെ കൈവശത്തിൽ വന്നു? മാൻസ മൂസ. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖനിയിൽ നിന്ന് അളവറ്റ സ്വർണം അങ്ങോട്ട് ഒഴുക്കി. റബ്ബ് വിചാരിക്കണമല്ലോ, ചില സന്ദർഭത്തിൽ ഖനിയിൽ ഒന്നും കിട്ടൂല, ഖനിയിൽ ചെലവാക്കിയ തന്നെ കിട്ടൂല. ഇപ്പൊ ലോകത്തെ ആദ്യത്തെ പെട്രോളിയം വെല്ലുകൾ, കിണറുകൾ ഏഷ്യയിലല്ല, യൂറോപ്പിലാണ്. പക്ഷേ അവിടുത്തെ
പെട്രോളിയം കിണറുകൾ ലാഭകരമല്ല. ലോകത്തെ ഏറ്റവും വലിയ പെട്രോളിയം ലോക ചരിത്രത്തിൽ 19-ാം നൂറ്റാണ്ടിൽ വന്ന എല്ലാ പെട്രോളിയം കിണറുകളും എവിടെയാണ്? യൂറോപ്പിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ പെട്രോളിയം കിണർ 1902 മസ്ജിദ് സുലൈമാനി നഗരത്തിലാണ്. അത് ഇറാന്റെ കീഴിലാണ്. അതിനുമുമ്പ് അതായത് 20-ാം നൂറ്റാണ്ടിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ഏഷ്യയിൽ ആദ്യത്തെ പെട്രോളിയം കിണർ വരുന്നത് 1902. അതിനുമുമ്പ് 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ എന്തുണ്ട്? പെട്രോളിയം കിണറുകൾ യഥേഷ്ടമുണ്ട്. പക്ഷേ ചെലവും വരവും നോക്കിയാൽ വരുമാനമില്ല. എത്രയാണോ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അതിലേറെ എന്തു വരും? പെട്രോളിയം എടുക്കാൻ ചെലവ് വരും. മനസ്സിലായില്ലേ? പറഞ്ഞു ചിന്തിക്കണം. ചെലവ് കുറയണം, വരുമാനം കൂടുക. ലോകത്തെ ഏറ്റവും ചെലവ് കുറഞ്ഞത് ഇജാസിലും പരിസരത്താണ്. വളരെ കുറഞ്ഞ ഒന്ന് ഭൂമിയിൽ ഒരു കുത്തുത്തിയാൽ പെട്രോളിയം വരും. മനസ്സിലായില്ലേ? 1902 ആദ്യത്തെ ഏഷ്യൻ പെട്രോളിയം കിണർ വരുന്നത്. ആദ്യത്തെ റൈറ്റ് ബ്രദേഴ്സ് വിമാനം പറപ്പിക്കുന്നത് 1903 ഏഷ്യയിൽ നിന്ന് എണ്ണ കിട്ടിയതിന് ശേഷമാണ് വിമാനം പറത്തിയത്. മനസ്സിലാവുണ്ട് പറഞ്ഞത്. റൈറ്റ് ബ്രദേഴ്സ് ആദ്യമായി വിമാനം പറത്തുന്നത് 1903 ഏഷ്യയിലെ ആദ്യത്തെ പെട്രോളിയം വെല്ല് 1902 ഇറാഖിലെ ആദ്യത്തെ പെട്രോളിയം വെല്ല് 1927 സൗദിയിലെ ആദ്യത്തെ പെട്രോളിയം കിണർ 1938 അന്ന് 600 കിലോമീറ്റർ മാത്രമേ ടാർ ഇട്ടിട്ടുള്ളൂ. ഒറ്റ വണ്ടിക്ക് പോകാവുന്ന ടാർ ഇട്ടിട്ടുള്ളൂ സൗദി അറേബ്യയിൽ. സൗദി അറേബ്യ എന്ന രാജ്യം ഉണ്ടാകുന്നത് 1932 അവരുടെ ആദ്യത്തെ പെട്രോളിയം കിണർ 1938 അന്ന് അബ്ദുൽ രാജാവ് മെർസിഡീസ് ഏൽപ്പിച്ചപ്പോൾ വണ്ടി ഓടാൻ സ്ഥലമില്ല. പിന്നെ ധൃതി പിടിച്ചിട്ട് റോഡ് ഉണ്ടാക്കിയതാണ്. മനസ്സിലാണല്ലോ പറഞ്ഞത്. 1952 അബ്ദുൽ രാജാവ് മരിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ധനാഠ്യൻ അദ്ദേഹമാണ്. കാരണം ഹിജാസിലെ അങ്ങോട്ട് ഒഴുകി പെട്രോൾ. അപ്പൊ ഞാൻ ഇത് പറയാനുള്ള കാരണം എന്തെന്നറിയാം, ഈ ഒരു പീരീഡ് ഉദാഹരണം പറയാം. മാലി സാമ്രാജ്യത്തിന്റെ കീഴിൽ ഈ നേരത്തെയും എന്തുണ്ട് ഈ സ്വർണ്ണഖനികളുണ്ട്. പക്ഷെ സ്വർണ്ണഖനികളിൽ നിന്ന് യഥേഷ്ടം സ്വർണം ഇങ്ങനെ കിട്ടൂല. ഈ ഒരു പീരീഡിൽ പടച്ച തമ്പുരാൻ കൊണ്ട് ഒഴുക്കി. അല്ലാഹു അങ്ങനെയാണല്ലോ ചില ആളുകൾ അങ്ങനെയാണ്. എന്താ പറഞ്ഞാൽ ഒരു ആയത്തുണ്ടല്ലോ, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക തൂലിജുൽ ലൈല ഫിന്നഹാരി വതൂലിജുൻ നഹാറ ഫില്ലൈലി വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വതുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ് വതർസുഖു മൻ തശാ ബിഗൈരി ഹിസാബ് ഇൻകാൽക്കുലേബിൾ. ബിഗൈരി ഹിസാബിന്റെ അർത്ഥം അതാണല്ലോ. മനസ്സിലായില്ല? ഇൻകാൽക്കുലേബിൾ ആണ് ആര്? ഇദ്ദേഹത്തിന്റെ വെൽത്ത്. ആരുടെ? മാൻസ മൂസയുടെ. അതാണ് ബിഗൈരി ഹിസാബ്. അത് കൊടുത്തു ആര്? അല്ലാഹു തആല. അപ്പൊ ഈ കാലഘട്ടത്തിൽ നേരത്തെയും അവർക്ക് സ്വർണ്ണഖനികൾ ഇല്ലാത്തത് കൊണ്ടല്ല, പിന്നീടും ഉണ്ട്, മുമ്പും ഉണ്ട്. പക്ഷെ ഇങ്ങനെയില്ല. ഈ കാലത്ത് അല്ലാഹു അങ്ങോട്ട് ഒഴുക്കി. സ്വർണ്ണ നാണയങ്ങൾ ഗോള രൂപത്തിലാക്കിയത് മാൻസ മൂസയാണ്. ലോഹങ്ങൾ അടിച്ചു പരത്തും. എന്തിന്? ഇപ്പൊ പൈസ അടിച്ചു പരത്തായി. എന്തിനാ അടിച്ചു പരത്തുന്നത്? ലോഹം കുറച്ച് മതി. ഗോളാക്കിയാലോ ലോഹം കൂടെ വേണം. മാൻസ മൂസയുടെ മനസ്സിലായില്ല? മാൻസ മൂസയുടെ നാണയങ്ങൾ മുഴുവൻ എന്താണ്?
ഗോളാകൃതിയാണ്. പിന്നീട് ചരിത്രത്തിൽ ഒരു അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. 1490 ശേഷമാണ് 1400 അവസാന ഭാഗത്ത്, അതായത് 15-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്താണ് ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പുറം നാട്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് ആദ്യം എത്തിച്ചേർന്ന ആളായി ആരെ കണക്കാക്കി? ക്രിസ്റ്റഫർ കൊളംബസിനെ. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ഗോളാകൃതിയിലുള്ള സ്വർണ്ണ നാണയങ്ങൾ അമേരിക്കയിൽ നിന്ന് ധാരാളമായി കണ്ടെടുത്തു. അപ്പോൾ ഇത് പൊളിഞ്ഞു. ഏത്? ഇന്ന് കോമണിസ്റ്ററി അത് അംഗീകരിക്കുന്നില്ല. യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് കയറ്റിവിടുന്ന പുസ്തകങ്ങളിൽ മാത്രമേ എന്തുള്ളൂ അമേരിക്ക കണ്ടുപിടിച്ചത്. യൂറോപ്പിന് ചെലവാവില്ല. യൂറോപ്പുകാർ പിന്നെ പഠനം നടത്തിയപ്പോൾ എന്തുണ്ടായി? ഗോളാകൃതി. ലോക ചരിത്രത്തിൽ ഒരു രാജാവ് മാത്രമാണ് ഗോളാകൃതിയിൽ സ്വർണ്ണ നാണയം ഉണ്ടാക്കിയത്. അതാരാണ്? മാൻസ മൂസ. മൂസയുടെ കാലത്താണ് ഗോളാകൃതിയിൽ സ്വർണ്ണ നാണയം. കാരണം എത്ര ആക്കിയിട്ടും സ്വർണം തീരുന്നില്ല. അതുകൊണ്ട് ക്രിസ്റ്റഫർ കൊളംബസിന്റെ വാദം പൊളിഞ്ഞു. ഞാൻ പിന്നീട് പറയാം. ക്രിസ്റ്റഫർ കൊളംബസിന്റെ പേരിൽ യൂറോപ്യന്മാർ പറഞ്ഞത് യൂറോപ്യന്മാർ പോലും ഇന്ന് അംഗീകരിക്കണില്ല. കൊളംബസിനെ കുറിച്ച് പറഞ്ഞ 100% തെറ്റായിരുന്നു. എന്തുകൊണ്ട്? ആഫ്രിക്കക്കാർ എത്രയോ കാലം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആഫ്രിക്കക്കാർ എവിടെ എത്തിയതിന് ചരിത്രമുണ്ട് അമേരിക്കയിൽ. കാരണം മാൻസ മൂസയുടെ കാലത്തെ സ്വർണ്ണ നാണയങ്ങൾ ഇവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട്. നാണയങ്ങൾ അങ്ങനെ തന്നെ. മനസ്സിലായോ പറഞ്ഞത്? പഠിക്കണം. അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട ഈ എന്താ പറയാ പാടി സാമ്രാജ്യത്തിന്റെ അതിർത്തിയിൽ ബംബുക്ക്, ബുരേ, ഗാലം എന്നീ സ്വർണ്ണഖനികളിൽ നിന്ന് ഈ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആറ്റമില്ലാത്ത സ്വർണത്തെ ഒഴുക്കി. ഈ സ്വർണ്ണഖനികളെല്ലാം ആരുടെ കീഴിലാണ്? രാജാവിന്റെ കീഴിലാണ്. ആരെടുത്താലും പ്രധാനപ്പെട്ട ഭാഗം ആർക്കാണ്? രാജാവിനാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? ആർക്കും എടുക്കാം. എടുത്താൽ അതിന്റെ വലിയൊരു അളവ് രാജാവിനാണ്. സ്വാഭാവികമായും സാമ്രാജ്യത്തിൻ്റെതാണ്. സ്വർണം അങ്ങോട്ട് ഒഴുക്കി. പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല, മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഉപ്പ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ്. മനസ്സിലായില്ല? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമായിരുന്നു ഉപ്പ്. അക്കാലത്ത് സഹാറ മരുഭൂമിയാണ് റോക്സ് ഉള്ളത്. എന്തിന്റെ? സാൾട്ട് റോക്സ്, ഉപ്പിന്റെ പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങളെല്ലാം ആരുടെ കീഴിലായിരുന്നു? രാജാവിന്റെ കീഴിൽ. അക്കാലത്ത് ചിലപ്പോഴെല്ലാം സ്വർണത്തോളം വില വരുമായിരുന്നു. എന്തിന്? ഉപ്പിന്. കാരണം ഉപ്പ് അനിവാര്യമായ ഘടകമാണ്. അക്കാലത്ത് ഭക്ഷണങ്ങളെ കേടുപാട് വരാതെ യാത്രക്കാർ സൂക്ഷിച്ചിരുന്നത് അത് ഉപ്പിലിട്ടിട്ടാണ്. ഉപ്പിന് വലിയ വില കൊടുക്കണം. ഏതുപ്പ്? റോക്ക് സാൾട്ടിന്. അതിന് റോക്സ് മുഴുവൻ ആരുടെ കീഴിലുമാണ്? രാജാവിന്റെ. ലോക രാജ്യങ്ങളിലേക്ക് മുഴുവനും ഈ റോക്ക് സാൾട്ട് കയറ്റി അയച്ചിരുന്നത് സഹാറ മരുഭൂമിയിൽ നിന്നാണ്. ആ സഹാറ മരുഭൂമിയുടെ ഭാഗങ്ങൾ മുഴുവനും ആരുടെ കീഴിലായിരുന്നു? രാജാവിന്റെ, ചക്രവർത്തി മാൻസ മൂസയുടെ. അപ്പൊ സ്വർണം പോലെയുള്ള എന്ത്? ഉപ്പ്. ലോകരാജ്യങ്ങൾ ഇപ്പൊ സ്വർണം ഉപയോഗിക്കുന്നതിന് പരിധിയുണ്ട്. ഉപ്പ് ഉപയോഗത്തിന് പരിധി ഇല്ല. ഉപ്പ് ഉപയോഗത്തിന് പരിധിയില്ലല്ലോ. 2. പിന്നെ പ്രധാനം അദ്ദേഹത്തിന്റെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഈ രാജ്യങ്ങളിൽ, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എല്ലാം, പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പരസ്പരം അങ്ങോട്ടൊക്കെയുള്ള പ്രധാനപ്പെട്ട ട്രേഡ് റൂട്ട് മാലി വഴിയായിരുന്നു. മാലിയിൽ കടൽ കൊള്ളക്കാരെയോ കരക്കൊള്ളക്കാരെയോ ഭയപ്പെടേണ്ടതുണ്ടായിരുന്നില്ല. മാൻസ മൂസയുടെ കാലത്ത് നീതിമാനായ ഭരണാധികാരിയായിരുന്നു. തിരിഞ്ഞില്ല. അതായത് മാലിയിൽ പ്രവേശിച്ചാൽ കച്ചവടക്കാരൻ സുരക്ഷിതനായിരിക്കും. അതുകൊണ്ട് കൃത്യമായി നികുതി കൊടുക്കും. നികുതി കൊടുക്കാൻ കച്ചവടക്കാർക്ക് ഒരു മടിയുമില്ല. എന്തുകൊണ്ട്? ഏത് മരുഭൂമിയിലും അവനവന്റെ സാധനമിട്ട് കിടന്നുറങ്ങാം. കാരണം നീതിമാനായ രാജാവാണ്.
അപ്പോൾ 3 കാര്യമാണ് അദ്ദേഹത്തിന്റെ വരുമാനം. 1 പറയേ ഗോൾഡ്, സ്വർണ്ണഖനികൾ. 2 ഉപ്പ്. 3 മനസ്സിലായില്ല, ടാക്സ്. എന്തുവഴി? ട്രേഡ് ടാക്സ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മർച്ചൻസ് എല്ലാം അന്ന് ആഫ്രിക്കയിൽ കടന്നു പോയിരുന്നത് സുരക്ഷിതത്വം കാരണമായും പ്രത്യേകിച്ചും. മറ്റേത് വഴിയിൽ പോയാലും എന്തുണ്ടാവും? കൊള്ളക്കാർ ഭയപ്പെടണം. മാലിയിൽ ആരില്ല, കൊള്ളക്കാരില്ല. മാലി സാമ്രാജ്യത്തിന്റെ പരിധിയിൽ ഒരു കൊള്ളക്കാരനെ പേടിക്കണ്ട. ഒരാൾക്കും ധൈര്യം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? നീതിമാനായ ഭരണാധികാരിയാണ്. അതുകൊണ്ട് മോഷ്ടിക്കൂല ആരും. പേടിയായിരുന്നു. ആര് മോഷ്ടിച്ചാലും പരിഹാരം രാജാവ് ഉണ്ടാക്കും. അതുകൊണ്ട് കച്ചവടക്കാർക്ക് നികുതി കൊടുക്കൽ പൂർണ്ണ മനസ്സോടെ കൊടുക്കും. കാരണം അവർക്ക് എന്തുണ്ട് പറ. അതിന്റെ പേരിൽ ഒരു കാവൽക്കാരനെ നിർത്തേണ്ടതില്ല. ഒരു കച്ചവടക്കാരന് കച്ചവടം ചെയ്ത് പറ്റിക്കുമെന്ന പേടിയില്ല. കൃത്യമായി കൊടുക്കേണ്ടത് കൊടുത്തിരിക്കും. കാരണം ഇവിടെ രാജാവ് നീതിമാനാണ്. അതായത് പ്രധാനമായി അദ്ദേഹത്തിന്റെ വരുമാന മാർഗം. എല്ലാ കൊള്ളക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മാലിയെ ആ കാലഘട്ടത്തിൽ ഇതൊക്കെ ഭയങ്കര പാഠങ്ങളാണ്. രാജാവ് നീതിമാനായാൽ ആ രാജ്യം സ്വാഭാവികമായും വളരും. കാരണം ആ രാജ്യത്ത് നിക്ഷേപിക്കാൻ ആർക്കും മടിയുണ്ടാവില്ല. നിക്ഷേപകരാണല്ലോ പണം ഒരു രാജ്യത്തിൻ്റെ വരുമാനം. ഇപ്പം നമ്മുടെ നാട്ടിൽ പേടിയാണ്. എന്തുകൊണ്ട്? ഇപ്പോൾ കേരളത്തിൽ ഒരാൾക്കൊരു കമ്പനി ഉണ്ടാക്കാൻ പേടിയാണ്. എന്തുകൊണ്ട്? പറയാം. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എന്തുകൊണ്ട് കേരളത്തിൽ ഒരു കമ്പനി ഉണ്ടാക്കാൻ എല്ലാവർക്കും പേടിയാണ്? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എന്നതുകൊണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുള്ളത് കൊണ്ട് ഏത് കമ്പനിയും പൂട്ടിച്ചേ അവരടങ്ങുള്ളൂ. ഇത്തരം കമ്പനി പൂട്ടിക്കുന്നൊരു വർഗം വേറല്ല, ഇത്തരം നശിച്ചൊരു വർഗവും വേറല്ല. രാജ്യത്തിൻ്റെ പുരോഗതികൾ മുഴുവനും തടസ്സപ്പെടുത്തുന്നൊരു വർഗമാണെന്ത്? കമ്മ്യൂണിസ്റ്റുകാർ. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏറ്റവും സ്വാധീനമുള്ള സംസ്ഥാനമാണെന്ത്? കേരളം. ഇപ്പോഴും ഭരിക്കണത് ഇയാളാണെങ്കിലും സ്വാധീനം അവർക്ക് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിലൊന്നിനും മെനക്കെടണ്ട. അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ഓരത് പൂട്ടിച്ചേരും. ആരാ പൂട്ടാത്തത്? ഇവിടുത്തെ വലിയ വലിയ മുതലാളിമാരൊക്കെ പുറത്തു വെച്ചാൽ നടത്താൻ ഇവിടെ നടത്തൂല. എന്തുകൊണ്ട്? എന്താണ് ഇവർ നോക്കിയിരിക്കുന്നത്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാ? നിങ്ങളെന്തിനാ അന്തപ്പെടുന്നത്? കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി കമ്പനി ഉണ്ടാവില്ല. കമ്പനിപ്പടി എന്ന് പറയും, അങ്ങനെ പേര് വെക്കാം. ഇവിടെ സ്ഥലത്തിന് കമ്പനിപ്പടി എന്ന് പേരുണ്ട്. കമ്പനി ഉണ്ടാവില്ല. പണ്ട് ആരെങ്കിലും ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ കമ്പനിപ്പണി. ഇപ്പോൾ ഉണ്ടാവില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ അത് പൂട്ടിച്ച് ഉറപ്പ് ചൂടിക്കും. നിക്ഷേപകർ വരൂല. അതുകൊണ്ടാണ് നമുക്ക് ഗൾഫ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഗൾഫ് പോകേണ്ട പ്രശ്നം ആർക്കില്ല. തമിഴ്നാട്ടുകാർക്കും കർണാടകക്കാർക്കും ആന്ധ്രക്കാർക്കും ഇല്ല. അവർ നമ്മളെക്കാൾ തിന്നുന്നുണ്ട്, ബിന്ദാസിൽ ജീവിക്കുന്നുണ്ട്. കാരണം അവരെ നാട്ടിൽ നിക്ഷേപകർ വരും. കേരളത്തിൽ നിക്ഷേപകർ വരൂല. ഇവിടുന്ന് ഗൾഫ് പോയി തെണ്ടിയിട്ട് അറബികളെ പാത്രം മോറി തന്നെ കൊണ്ടുവരണം. കാരണം ഇവിടെ ആരുണ്ട്? പറ. എന്തിനാ പേടിക്കുന്നത്? ഞാനല്ലടോ പേടിക്കണ്ടേ? ഞാനല്ലടാ പറയണം. നിങ്ങളെന്തിനാ പേടിക്കുന്നത്? രാജ്യത്തിൻ്റെ പുരോഗതി തകർക്കാൻ ഇവരെ പോലെ വേറെ ആരുമില്ല. ഒന്നും ഉണ്ടായിട്ട് പറയല്ല കേട്ടോ. ഒരുപാട് ഗുണങ്ങൾ അവരൊക്കെ ഉണ്ടായിട്ടുണ്ട് ലോകത്ത്. പക്ഷേ സാമ്പത്തികമായ ഒരു സുസ്ഥിരത ഒരു സമൂഹത്തിന് ഉണ്ടാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മതിക്കില്ല. അത് സത്യമാണ്. ഇതൊക്കെ സത്യം. എൻ്റെ പണി സത്യം പറയുക എന്നുള്ളതാണ്, അല്ലാതെ ലീഗും കോൺഗ്രസും അറിയില്ലല്ല. ഞാനത് സത്യം പറയണത്. സത്യം പറയാൻ നമ്മൾ ഉത്തരവാദിത്തമാണ്. അപ്പോൾ രാജ്യത്തേക്ക് നിക്ഷേപകർ വരണമെങ്കിൽ രാജ്യത്ത് സുരക്ഷിതത്വം ഉണ്ടാവണം. മാലിയിൽ അന്ന് സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. കാരണം രാജാവ് നീതിമാനാണ്. അപ്പം വളരെ വലിയ വളർച്ചയും പുരോഗതിയും ആ രാജ്യത്തിനുണ്ടാവും. ലോകപ്രശസ്ത ഹിസ്റ്റോറിയനായ ഫിലിപ്പ് കോസ്ലോ തൻ്റെ സെഞ്ചുറീസ് ഓഫ് ഗ്രേറ്റ്നെസ് ദ വെസ്റ്റ് ആഫ്രിക്കൻ കിങ്ഡംസ് എന്ന ഒരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന്. ആ പുസ്തകത്തിൽ നിന്നൊരു കോട്ടിങ് സ്വാഭാവികമായി ഞാനിവിടെ വായിക്കാം.
സെഞ്ചുറീസ് ഓഫ് ഗ്രേറ്റ്നെസ് ദ വെസ്റ്റ് ആഫ്രിക്കൻ കിങ്ഡംസ് എന്ന ഒരു പുസ്തകമുണ്ട് ലോകപ്രസിദ്ധ ഹിസ്റ്റോറിയനായ ഫിലിപ്പ് കോസ്ലോയ്ക്ക്. അദ്ദേഹം പറയുന്നത് ദ വെൽത്ത് ഓഫ് മാലി വാസ് ബേസ്ഡ് ഓൺ എ സിമ്പിൾ എക്കണോമിക് റിയാലിറ്റി. ഒരു വളരെ ലളിതമായ ഒരു അടിസ്ഥാനത്തിലായിരുന്നു മാലിയുടെ സമ്പത്ത് നിലനിന്നിരുന്നത്. വളരെ ലളിതമായ ഒരു ദ വെൽത്ത് ഓഫ് മാലി വാസ് ബേസ്ഡ് ഓൺ എ സിമ്പിൾ എക്കണോമിക് റിയാലിറ്റി. The empire sat directly between the salt mines of the Sahara and the gold fields of the rainforest. മഴക്കാടുകൾക്കിടയിലുള്ള എന്താ പറയുക, ഗോൾഡ് ഫീൽഡ്സ്, സ്വർണ്ണപ്പാടങ്ങളുടെയും സഹാറ മരുഭൂമിയിലുള്ള സാൾട്ട് മൈൻസിൻ്റെയും ഇടയിലായിരുന്നു ആ സാമ്രാജ്യം നിലനിന്നിരുന്നത്. The empire sat directly between the salt mines of the Sahara and the gold fields of the rainforest. By controlling the trade between the two vital commodities, ഈ പ്രധാനപ്പെട്ട രണ്ട് സാധനങ്ങളും കച്ചവടം ചെയ്യുന്നതിൻ്റെ നടുവിൽ ആയിരുന്നു സാമ്രാജ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും സാമ്രാജ്യത്തിന് എന്തും കിട്ടി, നികുതിയും കിട്ടി. By controlling the trade between the two vital commodities, Mansa Musa accumulated a fortune that was literally incalculable. ഒരു കണക്കാക്കാനാകാത്ത സമ്പത്തിൻ്റെ ഉടമയായി തീരാൻ ഇത് മാൻസ മൂസയെ സഹായിച്ചു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ ഇഷ്ടം പോലെ സാമ്രാജ്യത്തിന് കീഴിൽ ഗോൾഡ് ഫീൽഡ്സ് ഉണ്ടായിരുന്നു, സ്വർണ്ണപ്പാടങ്ങൾ. പിന്നെ എന്തുണ്ടായിരുന്നു? സാൾട്ട് മൈൻസിൻ്റെ ഇഷ്ടംപോലെ റോക്സുകൾ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ ആഫ്രിക്കയിലെ ട്രേഡ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു തന്ത്രപ്രധാനമായ പ്രദേശവുമായിരുന്നു എന്ത്? മാലി. ലോക പ്രശസ്ത ഹിസ്റ്റോറിയൻ ആയ ഫിലിപ്പ് കോസ്ലോ തൻ്റെ ലോകപ്രശസ്ത ഗ്രന്ഥമായ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ സെഞ്ചുറീസ് ഓഫ് ഗ്രേറ്റ്നെസ് ദ വെസ്റ്റ് ആഫ്രിക്കൻ കിങ്ഡംസ് എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു കോട്ടിംഗ് ആണ് സ്വാഭാവികമായും ഞാനിവിടെ വായിച്ചത്. ഇനി അദ്ദേഹത്തെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൽ നിന്ന് കാര്യമായി പഠിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയ 1324 തുടങ്ങി 1325 അവസാനിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഹജ്ജ് യാത്രയാണ്. ലോക ചരിത്രത്തിൽ എണ്ണപ്പെട്ട ഒരു ഹജ്ജ് യാത്രയാണ് ആരുടേത്? മാൻസ മൂസയുടെ. 1324 തുടങ്ങി 1325 അവസാനിക്കുന്ന ഹജ്ജ് യാത്ര. ലോക സാമ്പത്തിക ഭൂപടം തന്നെ മാറ്റിക്കുറിക്കാൻ ഇത് ഉപകരിച്ചു. ഇതുകൊണ്ട് വലിയ നേട്ടങ്ങൾ ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്കുണ്ടായി. പിൽക്കാലത്ത് ചില കോട്ടങ്ങളും ഉണ്ടായി, അത് ഞാൻ പറയാം. പിൽക്കാലത്ത് ചില കോട്ടങ്ങൾ ഉണ്ടായി, അത് മൂസ കാരണമല്ല, പക്ഷെ ചില കോട്ടങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്, പറയാം. ഒറ്റക്കല്ല അദ്ദേഹം ഹജ്ജിന് പോയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇനാരി കൊനോട്ടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഇനാരി കൊനോട്ടെ എന്നാണ്. ആഫ്രിക്കൻ പേരുകളാണ്. അപ്പം നിങ്ങൾ ബേജാറാണ്ട. അപ്പം മാപ്പിള പെണ്ണാണോ മാപ്പിളയാണോ ഒക്കെ നമ്മളെ തിത്തിമ്മ, മുത്തുമ്മ അങ്ങനെയൊക്കെയുള്ള പേരുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ പേര് ഈ അടുത്ത കാലം വരെ എന്താണ് തിത്തിമ്മ, പുത്തുമ്മ, മുത്തുമ്മ, പുത്തു, മത്തു ഇങ്ങനെയൊക്കെ ഇഷ്ടംപോലെ പേരില്ലേ? എത്രയോ പേരുണ്ട്. ആണുങ്ങൾക്കും പേരുണ്ട്. കമ്മു, 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 കമ്മു എന്ന് പേരില്ലേ? പറ. ഈ അടുത്ത കാലത്തുള്ള പേരുള്ള പേരാണ് എന്ത്? എൻ്റെ കുട്ടിക്കാലത്തുണ്ട് കമ്മു. ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കമ്മു എന്താണ് ഈ കമ്മു? ഖാൻ മുഹമ്മദ് ആയിരിക്കും. ഖാൻ മുഹമ്മദ് ലോപിച്ച് പിന്നീട് കമ്മുയി. ചേക്കുട്ടി, ഷെയ്ഖുന, ഷെയ്ഖ് എന്ന പേര് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു മഹാനെ ഷെയ്ഖ് എന്ന് ഉപയോഗിച്ചിട്ട് പിന്നെ മനസ്സിലായില്ല. പിന്നെ ആ പേര് അയാളെ കുട്ടി ജനിച്ചപ്പോൾ ഷെയ്ഖ് എന്ന് പേരിട്ടുണ്ടാവും.
ആ ഷെയ്ഖ് പിന്നെ ചേക്കുമായി, പിന്നെ ചേക്കുട്ടിയായി. അങ്ങനത്തെ പേരില്ലേ, പറയല്ലേ, ഇഷ്ടം പോലെ. പള്ളിമ എന്ന പേരുള്ള സ്ത്രീയായി എനിക്കറിയാം. പള്ളിമ, പള്ളി എന്നൊരു പേരാണല്ലോ. അപ്പോൾ പെൺകുട്ടി ജനിച്ചപ്പോൾ പള്ളിമ്മ എന്ന പേരുള്ള ഒരാളെ എനിക്കറിയാം. സാലിയാത്ത ഉമ്മയായിരുന്നു, മരിച്ചുപോയി. ഉമ്മാൻ്റെ പേര് പള്ളിമ്മ. മനസ്സിലായില്ല? പള്ളി നല്ല പേരല്ലേ? ഇനിയിപ്പം ഹിജാസിൽ പോയി ഒരാളോട് പറഞ്ഞു, ഈ പള്ളിമ്മ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതയായി മഹദിയായി മാറിയാൽ പിന്നെ എന്താ പറയുക, ഇപ്പം ലോകരാജ്യങ്ങളിലൊക്കെ ആരെയായിട്ടാ അറിയപ്പെടുക? പള്ളിമ്മ പറഞ്ഞു. മഹദിയായ ആലിമുൽ അല്ലാമ പള്ളിമ്മ പറഞ്ഞു. പള്ളിമ്മ എന്താ പള്ളിമ്മ, എന്തൊരു പേര്, അത് നമ്മൾ അംഗീകരിക്കില്ലല്ലോ എന്നതുപോലെ. അത് അദ്ദേഹത്തിൻ്റെ പണ്ടാണ്, 13-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഇനാരി കൊനോട്ടെ എന്നാണ്. അവരുണ്ടായി. അവർ മാത്രമല്ല, മന്ത്രിമാർ, കൊട്ടാരം ഉദ്യോഗസ്ഥന്മാർ, സൈനികർ, വ്യാപാരികൾ, അടിമകൾ, അങ്ങനെ 60,000 ആളുകളെയും കൊണ്ടാണ് അദ്ദേഹം ഹജ്ജിന് പോയത്. 60,000 ആളുകൾ. അപ്പോൾ ഒരു ലോകം. ഇപ്പോൾ കോഴിക്കോട്ട് അങ്ങാടിയല്ല, കോഴിക്കോട്ട് അങ്ങാടിയിൽ ഇപ്പോൾ ഒരു സമയത്ത് 60,000 ആളുണ്ടാവും. പറയൂ. കൊച്ചി പട്ടണമല്ല, കൊച്ചി പട്ടണത്തിൽ ഒരേ സമയത്ത് 60,000 ആളുണ്ടാവും. അല്ല, ഒരേ സമയത്ത് 60,000 ആൾ. ബോംബെ ഒക്കെ പറയാം, ഒരു ബോംബെ നഗരം അങ്ങനെ പോവുക, അങ്ങനെ പോവുക. അവരെ ഊണ് ഉറക്കം മുഴുവനും. അപ്പം ആ പോകുന്ന നാട്ടുകാരൊക്കെ എന്ത് പറയും? ഇതിൽ വരി അങ്ങനെ അറിയാലോ. അങ്ങനെ പോയി. മന്ത്രിമാർ, കൊട്ടാര ഉദ്യോഗസ്ഥർ, സൈനികർ, വ്യാപാരികൾ, ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെ 60,000-ഓളം ആളുകൾ. 100 കണക്കിന് ഒട്ടകങ്ങൾ, 100 അല്ല, 100 കണക്കിന് ഒട്ടകങ്ങളുടെ പുറത്ത് സ്വർണം കെട്ടിയാണ് അദ്ദേഹം പോയത്. പിൽക്കാലഘട്ടത്തിലെ ചില ചരിത്രരേഖകൾ 18 ടൺ സ്വർണം ഒട്ടകപ്പുറത്തുണ്ടായിരുന്നു എന്ന് കണക്കാക്കിയിട്ടുണ്ട്. 18 ടൺ സ്വർണം എന്നാൽ എത്ര? 18,000 കിലോ സ്വർണം. 18,000 കിലോ സ്വർണം. ഇതാണ് ഒരു ചരിത്രം. അതിൻ്റെ അപ്പുറം ചരിത്രമുണ്ട്. ഏറ്റവും ചുരുങ്ങിയൊരു ചരിത്രമാണ് എത്ര? ഏറ്റവും ചുരുങ്ങിയത് ഒട്ടകപ്പുറത്ത് എത്ര ഉണ്ടായിരുന്നു? 18,000 കിലോ. 18,000 പവനല്ല, എന്ത്? 18,000 കിലോ. നമ്മളിപ്പോൾ ഒരു പവൻ ഒപ്പിക്കാൻ കഴിയാതൊക്കെ. ഒരു പവൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ഗ്രാം ആണ്. 1 കിലോ 1000 ഗ്രാമാണ്. അങ്ങനെ 18,000 കിലോ അദ്ദേഹത്തിന് ഹജ്ജ് യാത്രക്ക് മാത്രം. വഴിമധ്യേ കണ്ടുമുട്ടിയ പാവങ്ങൾക്ക് മുഴുവനും അദ്ദേഹം ഹജ്ജ് കബൂലാകാൻ വേണ്ടി ദാനം ചെയ്തു. പാവങ്ങളെല്ലാം ധനാഢ്യന്മാരായി. പള്ളികൾ, മദ്രസകൾ, കടം വന്നു കൂടിയ ഭരണാധികാരികൾ എല്ലാ വെള്ളിയാഴ്ച ഒരു സ്ഥലത്ത് നിർത്തും. അവിടെ ഒരു ജുമാഅത്ത് പള്ളി ഉണ്ടാക്കാൻ കൽപ്പന കൊടുക്കും. അങ്ങനെ ഹജ്ജ് യാത്രയിൽ മാത്രം ഉണ്ടായത് 1000-കണക്കിന് ജുമാഅത്ത് പള്ളികളാണ്. ഒരു വെള്ളിയാഴ്ച അങ്ങനെ പോവും. ദിവസം ഓരോ സ്ഥലത്ത് നിർത്തും. ഒരു വെള്ളിയാഴ്ച നിർത്തിയോ അവിടെ ജുമാഅത്ത് പള്ളി ഉണ്ടാവും. അങ്ങനെ യാത്ര ചെയ്ത് അദ്ദേഹത്തിന്റെ ഹജ്ജ് യാത്രയുടെ പ്രത്യേക നേട്ടങ്ങൾ എന്താ? നേട്ടങ്ങൾ ആ വഴിയിലൂടെ സഞ്ചരിച്ച ആളുകളിലെല്ലാം, ആ പ്രദേശങ്ങൾക്കെല്ലാം വലിയ സാമ്പത്തികമായ വികാസവും വളർച്ചയും ഉണ്ടായി. ഭയങ്കര സാമ്പത്തിക വികാസവും വളർച്ചയാണ് ആ പ്രദേശങ്ങളിൽ ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഹജ്ജ് യാത്രയുടെ ഏരിയ ഞാൻ കാണിക്കാം. ഇതാണ് ബമാക്കോ. ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ബമാക്കോയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ഇതാണ് ഇങ്ങനെ ബമാക്കോയിൽ നിന്ന് ഈ സംഘം ഇങ്ങനെ മൗറിട്ടാനിയയിലേക്ക് കയറി. ഇങ്ങനെ
മൗറിട്ടാനിയയിലേക്ക് കയറി. അറ്റ്ലാന്റിക് സമുദ്ര തീരം, നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഒരു തീരമാണ് മൗറിട്ടാനിയ. ഇതാണ് വെസ്റ്റേൺ സഹാറ. നേരെ ഇങ്ങോട്ട് വന്നു. നേരെ മൗറിട്ടാനിയയിലേക്ക് വന്നു. ഇതാ മൗറിട്ടാനിയ. മൗറിട്ടാനിയയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഇതാ വെസ്റ്റേൺ സഹാറയുടെ ഏരിയയിലേക്ക് കയറി നേരെ ഇങ്ങോട്ട് വന്ന് ടിൻഡോഫിലേക്ക് വഴി അൾജീരിയയിലേക്ക് കയറി. പിൽക്കാലത്ത് ഫ്രാൻസിൻ്റെ ഒരു കോളനിയായിരുന്നു അൾജീരിയ. അൾജീരിയ നിങ്ങൾക്കറിയാലോ. അൾജീരിയക്കാരനായ ഒരു ഫുട്ബോൾ പ്ലെയർ ഉണ്ടല്ലോ, എന്താ പേര്? അൾജീരിയക്കാരനായ ഫുട്ബോൾ പ്ലെയർ അറിയില്ല. അതെങ്കിലും നിങ്ങൾക്ക് അറിയാലോ. അൾജീരിയക്കാരനാണ് സൈനുദ്ദീൻ സിദാൻ. അടിസ്ഥാനപരമായി മനസ്സിലായ പറഞ്ഞിട്ടാണ്. നേരെ അൾജീരിയയിലേക്ക് കയറി. നേരെ അൾജീരിയ ഫ്രാൻസിന്റെ കോളനിയായിരുന്നു പിൽക്കാലഘട്ടത്തിൽ അൾജീരിയ. അൾജീരിയയിൽ നിന്ന് നേരെ ഇതാ, അൾജീരിയയിൽ നിന്ന് നേരെ ഇതാ, നേരെ ഇങ്ങോട്ട് വന്നിട്ട് നേരെ ഇതാ, നേരെ ആ സംഘം. അപ്പൊ എവിടുന്നാ വരുന്നത്? ബമാക്കോയിൽ നിന്നാണ് മാലിയുടെ തലസ്ഥാനം. പിന്നെ ബമാക്കോയിൽ നിന്ന് ഇങ്ങനെ വന്നു നേരെ മൗറിട്ടാനിയയിലേക്ക് വന്നു. വെസ്റ്റേൺ സഹാറയുടെ ഒരു ഏരിയയിലൂടെ കയറിയിട്ട് നേരെ അൾജീരിയയിലേക്ക് വന്നു. നേരെ അൾജീരിയയിലേക്ക് കയറിയിട്ട് അൾജീരിയയിൽ നിന്ന് നേരെ എന്ത് ചെയ്തു? ആ സംഘം അൾജീരിയയിലൂടെ നേരെ യാത്ര ചെയ്ത് നേരെ ഇങ്ങോട്ട് വന്നു. ഇതാണ് ട്രിപ്പോളി. തൊറാബൽസ് എന്ന് പറയും. അറബിയിൽ പലപ്പോഴും തൊറാബൽസ് നമ്മൾ കാണുന്നില്ലേ? അതാണ് ഏത്? ട്രിപ്പോളി. ലിബിയയുടെ തലസ്ഥാനം ട്രിപ്പോളി. ട്രിപ്പോളിയിൽ നിന്ന് നേരെ ഇതാ ട്രിപ്പോളി. ട്രിപ്പോളിയിൽ നിന്ന് ആ സംഘം പിന്നെ നേരെ ഇങ്ങോട്ട് വന്നു. ഇതന്നെ നേരെ ഇങ്ങോട്ട് വന്നു, ഇവിടെ വന്നു. ഇതാണ് കെയ്റോ. നടക്കി. അപ്പൊ എങ്ങനെ വരുന്നത്? ബമാക്കോയിൽ നിന്ന് സെനഗലിന്റെ ഏരിയയിലൂടെ ഇങ്ങനെ വന്ന് മൗറിട്ടാനിയയിൽ കയറി. മൗറിട്ടാനിയയിൽ നിന്ന് നേരെ വെസ്റ്റേൺ സഹാറയുടെ ഏരിയയിലൂടെ നേരെ അൾജീരിയയിലേക്ക് വന്നു. അൾജീരിയയിൽ നേരെ ലിബിയയിലേക്ക് കയറി. ലിബിയയിലേക്ക് കയറി ട്രിപ്പോളിയിൽ വന്നു. ട്രിപ്പോളിയിൽ നിന്ന് വന്നിട്ട് പിന്നെ നേരെ ആ സംഘം നേരെ ഇങ്ങോട്ട് യാത്ര ചെയ്തു. നേരെ എങ്ങോട്ട് വന്നു? അവര് നേരെ കൈറോവിലേക്ക് വന്നു. കടൽ മാർഗം പോയേ ഇല്ല. ഒട്ടകങ്ങളും കുതിരകളുമുള്ള ഈ സംഘം അങ്ങനെ യാത്ര ചെയ്യണം. കരമാർഗാണ് യാത്ര. ആ വഴിയിൽ കണ്ട ലക്ഷോപലക്ഷം സാധുക്കളെ സഹായിച്ചുകൊണ്ട്, ആ ജാതി മത ഭേദമന്യേ കണ്ണിൽ കണ്ടവരെല്ലാം സഹായിച്ചുകൊണ്ട് അത് നേരെ കൈറോവിലെത്തി. ഇവിടെ കൈറോവിൽ മാസക്കണക്കിന് താമസിച്ചു അദ്ദേഹം. കൈറോയുടെ സാമ്പത്തിക സ്ഥിതി തന്നെ അട്ടിമറിഞ്ഞു. സാധുക്കളെല്ലാം ധനാഢ്യന്മാരായി മാറി. അപ്പോൾ സ്വർണം പച്ചക്കറി മാർക്കറ്റിൽ കിട്ടുന്ന സാധനം പോലെ സുലഭമായി. എന്ത്? സ്വർണം. അതോട് രാജ്യത്തിന്റെ എക്കണോമി തകർന്നു വീണു. രാജാവിൻ്റെ എക്കണോമി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പിന്നെയും പോയി. മാസക്കണക്കിന് കൈറോവിൽ താമസിച്ചതിന് ശേഷം ആ സംഘം നേരെ സൂയസ് മുനമ്പ് ചുറ്റി. ഇങ്ങനെ മുനമ്പ് ചുറ്റി. ഇവിടെ സൂയസ് മുനമ്പുണ്ട്. ഈ സൂയസ് മുനമ്പ് 192 കിലോമീറ്ററാണ് മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക്. അറ്റ്ലാന്റിക്കിന് ഇങ്ങനെ ഇങ്ങോട്ട് കയറിയതാ. ഇതാ മെഡിറ്ററേനിയൻ. മെഡിറ്ററേനിയനിലേക്ക് വരുന്നിടത്ത് എന്താ പറയാ, റെഡ് സീക്ക് ഇവിടെ ഗൾഫ് ഗൾഫ് ഉൾക്കടലിൽ നിന്ന് നേരെ കയറുന്ന ഒരു മുനമ്പാണ് റെഡ് സീ, ചുവന്ന കടൽ, ചെങ്കടൽ. ആ ചെങ്കടലിന് 2 മുനമ്പുകളുണ്ട്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.
ഒന്ന് സൂയസ് ഉൾക്കടൽ, ഒന്ന് അഖബ ഉൾക്കടൽ. സൂയസ് മുനമ്പ് അദ്ദേഹത്തിന്റെ സംഘം ചുറ്റി ഇങ്ങനെ. അപ്പോൾ നേരെ എങ്ങോട്ട് വന്നു? അപ്പൊ അവർ സഹാറയുടെ ഏരിയ എന്ന് വന്നിട്ട് നേരെ എങ്ങോട്ട് വന്നു? സൂയസ് മുനമ്പ് ചുറ്റിയാൽ എവിടെ കയറും? സീനായിൽ കയറും. മനസ്സിലായില്ല? മനസ്സിലായി പറഞ്ഞ സീനായ് മരുഭൂമിയിൽ കയറും. അങ്ങനെ സീനായ് മരുഭൂമിയിലൂടെ ആ സംഘം യാത്ര ചെയ്തു. സീനായ് മരുഭൂമിയിലൂടെ വന്ന് അവർ നേരെ ജോർദാനിലേക്ക് കയറി. ജോർദാനിലേക്ക് വന്നു. ഇങ്ങനെ അതായത് ഇങ്ങനെ വന്ന് കൈറോ ചുറ്റി, കൈറോവിൽ നിന്ന് സൂയസ് മുനമ്പ് ചുറ്റി, പിന്നെ ഇങ്ങനെ ചുറ്റി ഇങ്ങോട്ട് ചുറ്റി നേരെ ജോർദാനിൽ വന്നു. അതായത് അഖബ ഉൾക്കടലിന്റെ ഏരിയയിലൂടെ വന്ന് കയറും. അപ്പൊ സൂയസ് ഉൾക്കടലും ചുറ്റി, അഖബ ഉൾക്കടലും ചുറ്റി. അതായത് സീനായ് മരുഭൂമി മുറിച്ചെടുക്കും. 60,000 ചതുരശ്ര 70,000 ചതുരശ്ര കിലോമീറ്റർ ആണ് എന്ത്? സീനായ് മരുഭൂമി. ആ സീനായ് മരുഭൂമിയെ അവർ ചുറ്റി. ഒന്ന് നോക്കിക്കളി, ഓർമ്മയെന്ന് പറഞ്ഞാണ്. 60,000 അല്ലെങ്കിൽ 70,000 ഓർമ്മയെന്ന് പറഞ്ഞാൽ ചതുരശ്ര കിലോമീറ്റർ ആണ് സീനായ് മരുഭൂമി. അത് നേരെ കടന്നാൽ പിന്നെ ജോർദാനിലേക്ക് കയറും. ജോർദാനിലേക്ക് കയറുന്നത് നേരെ താഴോട്ട് ഇറങ്ങി തബൂക്ക് വഴി ഇങ്ങനെ വന്ന് അവർ എന്ത് ചെയ്തു? ഇതാ മദീനയിൽ വന്നു. മദീനയിൽ വന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തു. ആ സംഘം വീണ്ടും കീഴോട്ട് നീങ്ങി. പിന്നെ അവർ എന്ത് ചെയ്തു? ജിദ്ദ വഴി മക്കയിലെത്തി. 1324 ഹജ്ജ് ചെയ്തു. പിന്നെ ആ സംഘം ധാരാളം കാലം മക്കയിൽ മാസങ്ങൾ മക്കയിൽ താമസിച്ചു. മക്കയിലെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെ, മുഹദ്ദിസീങ്ങളെ, മാലിക്കി ഫുഖഹാക്കളെ അവരെ എല്ലാം സംഘടിപ്പിച്ചു. എന്ന് മാത്രമല്ല, കവികളെ, വലിയ വലിയ വാസ്തുശില്പികളെ അവരെ എല്ലാം സംഘടിപ്പിച്ച് നേരെ ആ ഹജ്ജ് യാത്ര കഴിഞ്ഞ് 1325 മെൻസ മൂസയുടെ സംഘം തിരിച്ചു. ഇങ്ങനെ തന്നെ തിരിച്ചു വന്നു. തിരിച്ചു വരുന്നത് ഇതേ വഴി തന്നെയാണ് അവർ വരുന്നത്. നേരെ ഇങ്ങനെ വന്ന് ജോർദാനിൽ, ഈജിപ്തിൽ വന്ന് നേരെ ലിബിയയിലേക്ക് കയറി. ലിബിയയിൽ നിന്ന് മടങ്ങി വരുന്നത് നൈജർ വഴിയാണ്, ആദ്യത്തെ വഴിയല്ല. അതായത് ആരാധനക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, ഇബാദത്തിന്റെ സ്വഭാവം എന്താ? പോകുമ്പോൾ ദീർഘവഴിയിൽ പോവുക, മടങ്ങി വരുമ്പോൾ കുറഞ്ഞ വഴിയിൽ മടങ്ങി വരിക. പള്ളിയൊക്കെ പോകുമ്പോൾ നീണ്ട വഴിയിൽ പോവുക, മടങ്ങി വരുമ്പോൾ. അതായത് ആ സുന്നത്തൊക്കെ എത്ര ഗൗരവമായി പാലിക്കണ്. ഈ മനുഷ്യന് ഇതിലൊന്നും യാത്ര ചെയ്യണ്ട. അദ്ദേഹത്തിന് നേരെ മാലി നൈജറിലേക്ക് കയറിയാൽ മതി. നൈജറിൽ കയറിയാൽ, ലിബിയയിൽ കയറിയാൽ നേരെ ഈജിപ്തിൽ കയറാം. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല ചെയ്തത്. ഈ രാജ്യങ്ങൾ, ഈ കൊടും പട്ടിണിയിലായ രാജ്യങ്ങളെയൊക്കെ സാമ്പത്തികമായി അവിടുത്തെ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മനസ്സിലായോ പറഞ്ഞത്? അതായത് മൗറിട്ടാനിയയിലേക്കോ വെസ്റ്റ് സഹാറയിലേക്കോ അല്ലെങ്കിൽ ഈ ഏരിയയിലേക്ക്, സെനഗൽ, മൗറിട്ടാനിയ, വെസ്റ്റ് സഹാറ, അൾജീരിയ, ഇവിടെയൊന്നും പോകേണ്ട ആവശ്യം, ഈ രാഷ്ട്രങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ട ആവശ്യം മാൻസ മൂസക്ക് ഇല്ല. കാരണം ഇതാണ് മാലി, ഡയറക്റ്റ് നൈജർ, ഡയറക്റ്റ് ലിബിയ. തിരിച്ചു വരുമ്പോ വഴി ചുരുക്കി. എങ്ങനെ? സുന്നത്ത് പ്രകാരം. ഹബീബായ റസൂലുള്ളാഹി എന്താ പറഞ്ഞ്? ഒരു ഇബാദത്തിന് പോകുമ്പോൾ ദീർഘവഴിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചുരുക്കവഴിയിൽ വരണം. സുന്നത്ത്. ട്രിപ്പോളിയിൽ എത്തിയപ്പോൾ ലൈൻ മാറ്റി. കാരണം നൈജറിന് ഈ സുഖം കിട്ടിയിട്ടില്ല. മാത്രമല്ല ലിബിയയുടെ കീഴേ ഭാഗങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഈ ഏരിയകളൊക്കെ സമ്പന്നായിട്ടുണ്ട്. ഈ ഏരിയകളെല്ലാം സമ്പന്നമാണിപ്പോൾ ആ യാത്ര കൊണ്ട്. അപ്പൊ നേരെ ഈജിപ്തിൽ നിന്ന് ലിബിയയിൽ പ്രവേശിച്ച് നൈജറിലേക്ക് വന്നു. നൈജറിൽ ഉടനീളം യാത്ര ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. നൈജറിൽ നിന്ന് മാലിയിലേക്ക് കയറി.
അപ്പോൾ വഴി ചുരുക്കി. രണ്ട് പ്രദേശങ്ങളിലെയും ആളുകളെ ധനാഢ്യന്മാരാക്കി. ലക്ഷക്കണക്കിന് സാധുക്കൾ ധനാഢ്യരായി. ലക്ഷക്കണക്കിന് രാജ്യങ്ങൾ, ആ ഏരിയകളിലെ ലക്ഷക്കണക്കിന് രാജ്യങ്ങളിലെ ജനങ്ങൾ, പാവപ്പെട്ടവർ ധനാഢ്യന്മാരായി. ഒന്ന്, അവിടെയെല്ലാം ഫലഭൂയിഷ്ഠിതമായി. എന്തുകൊണ്ട്? പണം കിട്ടുമ്പോൾ കൃഷി വളരും. എന്തുകൊണ്ടാണ് കൃഷി ചെയ്യാത്തത്? കൃഷി വളരാത്ത എന്തുകൊണ്ടാണ്? സാമ്പത്തിക വളർച്ചയില്ല. സമ്പത്ത് ഉണ്ടാവുന്നതിനനുസരിച്ച് കൃഷി വളരും. മരുഭൂമിയിലും